സഹകരണ നിയമ ഭേദഗതിക്ക് ഹൈക്കോടതി സ്റ്റേ ഇല്ല. നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സർക്കാരും സഹകരണ കമ്മീഷനും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് 4 ബാങ്ക് ഭരണസമിതികളാണ് കോടതിയെ സമീപിച്ചത്. സഹകരണ മേഖലയ്ക്ക് യോജിക്കാത്ത പ്രവണതകളെ തുടർന്നാണ് ഭേദഗതി കൊണ്ടുവന്നത് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് വിവരങ്ങൾ? പ്രധാനമായും പുതുപ്പള്ളി, നെടുങ്കുന്നം, കുമരകം ഈ 3 ബാങ്കുകളാണ് ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഭേദഗതി വേണമെന്നായിരുന്നു ആവശ്യം. 3 തവണ മത്സരിച്ച ആളുകൾക്ക് അയോഗ്യത കൽപ്പിക്കണം, തുടർന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. എന്നാൽ നിലവിൽ ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം സർക്കാരിനോടൊരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. കേസ് 25-ാം തീയതി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഈ സഹകരണ മേഖലയിൽ ചില പ്രവർത്തികൾ, അതായത് ജനാധിപത്യ വിരുദ്ധമായ ചില പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമഗ്രമായ ഒരു മാറ്റത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഭേദഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ നിലവിൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലം ഉൾപ്പെടെ കേട്ട ശേഷമായിരിക്കും ഇനി ഇതിലൊരു നടപടി ഉണ്ടാകുക. 25-ാം തീയതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കും. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.